പുരുഷന്മാർ ജോലിക്ക് പോകണം, എന്നാലും സ്ത്രീകൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വൈ അവർ സൊസൈറ്റി തിങ്ക് ലൈക്ക് ദിസ്. ശരിക്കും ഇതൊരു സ്റ്റീരിയോടൈപ്പ് അല്ലേ? ഇവർ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ബോയ്സ് ആണ്. അതായത് അവർ തന്നെ ജോലിക്ക് പോകണം, അവർ തന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ശരിക്കും എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സ്ത്രീ ആയാലും പുരുഷനായാലും ജോലി ചെയ്യുകയും വേണം, അതുപോലെ തന്നെ ഏൺ ചെയ്യണം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്റെ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ജോലിക്ക് പോകണം, കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എന്നാൽ ഒരു കാലം വരെയൊക്കെ പുരുഷന്മാർ അതിനെ അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴും ഒരു വലിയ കൂട്ടം പുരുഷന്മാർ അതൊക്കെ ആണത്തത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ചില ജൂനിയർ കാക്കാമാരൊക്കെ ഇരുന്നിട്ട് പ്രഭാഷണം കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് അടിച്ചുവിടുന്ന ഒരു സാധനമാണ് എൻ്റെ പെണ്ണ് പണിക്ക് പോയിട്ട് ആ പൈസ കൊണ്ട് കുടുംബം നോക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ പരാജയമാണെന്നൊക്കെ കഴിഞ്ഞ ഒരു ജൂനിയർ കാക്ക പറയുന്നത് കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചുവിടുമ്പോഴത്തേന് എന്തോ ഇവരുടെ ഈഗോയെ അത് ബാധിക്കും. ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത് ഏതെങ്കിലും ഒരുത്തൻ നയിച്ച് എവിടെയെങ്കിലും പോയി വെയിലത്തും പാടത്തും പറമ്പത്തും ഒക്കെ പണിതിട്ട് വീട്ടിലോട്ട് കൊണ്ടേ കൊടുക്കും. അതിൻ്റെ വിഹിതം പറ്റി കുറേയധികം ആളുകൾ ജീവിക്കും. ഇവൻ ഊറ്റത്തോടെ പറയും ഞാൻ കുറേയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ഊറ്റത്തോടെ പറയും ഞങ്ങളുടെ ഏട്ടായി ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇയാൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ജോലിക്ക് പോകാമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെയും വിടില്ല. വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചില പേടികളുണ്ട്. ഒന്ന്, ആ ഒരു സ്ത്രീ ഇൻഡിപെൻഡൻ്റ് ആവും. അവരുടെ ഒരു ശമ്പളവും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്കും വീട്ടിലെ ഒരു റോളാവും. പണ്ടത്തെ പോലെ അടക്കി ഭരിക്കാൻ പറ്റില്ല. വിഹിതം പറ്റി കിടക്കുമ്പോൾ കാണിക്കാവുന്ന ആ ഒരു അടിമ ഉടമ റിലേഷൻഷിപ്പുകൾ അവിടെ ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവമുണ്ട്. പുരുഷന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളെ കളിയാക്കാറില്ലേ? ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നവനെ, പവാട വിസയിൽ പോയവനെ, അങ്ങനെയുള്ള ആ ഒരു നിർഗുണ കൂട്ടമായി ഇവിടെ നിന്ന് ഇല്ലാതാവുന്നതോടെ ഈ പറയുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരവും അത് സമ്മതിക്കത്തില്ല. അപ്പോഴത്തേനും മസ്കുലിനിറ്റി സിഗ്മ ആൽഫ സാധനമൊക്കെ പൊക്കിക്കൊണ്ട് വരും. അപ്പോൾ ആ ഒരു സിഗ്മ ആൽഫ സാധനം അടിച്ചേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജോലിയും കൂലിയില്ലാത്ത ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്തേ പറ്റത്തുള്ളൂ.